ഇനി ഗൾഫ് മേഖലയിൽ ഉണ്ടായ പൊതുവെ ഇന്നുണ്ടായ വിവരങ്ങളെക്കുറിച്ച് പറയാൻ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം കൂടി ചേരുന്നുണ്ട്. ജലീൽ, എന്തെങ്കിലും അപ്ഡേറ്റുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ടോ? SKN, സൗദിക്ക് നേരെ ശക്തമായ ആക്രമണമാണ് ഇന്ന് ഇറാൻ നടത്തിയത്. റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഇന്ന് പുലർച്ചെ ആക്രമണം ഉണ്ടായി. എംബസിയിൽ തീപിടുത്തമുണ്ടായി. എംബസി താൽക്കാലികമായി അടക്കുകയും ചെയ്തു. അതിനു പുറമെയാണ് റിയാദ് ഖറജ് ഭാഗത്ത് 8 ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയത്. 8 ഡ്രോണുകളും സൗദി പ്രതിരോധ സേന തകർത്തു. ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് സൗദി അറേബ്യക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയത് ഇറാഖിൽ നിന്നാണ് എന്നാണ് ഒരു റിപ്പോർട്ട്. അത് അൽ അറേബ്യയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. ചില ഡ്രോണുകൾ വിക്ഷേപിച്ചത് ഇറാഖിൽ നിന്നാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇറാഖ് വഴി ഇറാൻ നടത്തുന്ന ആക്രമണം എന്നാണ് ആരോപണം. ഇത് മേഖലയിലെ സുരക്ഷാ അന്തരീക്ഷം കൂടുതൽ വഷളാക്കും എന്നാണ് കരുതുന്നത്. ഇറാഖിലെ തങ്ങൾക്ക് അനുകൂലമായ സായുധ ഗ്രൂപ്പുകൾ വഴി ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയാണ് ഇതിലൂടെ കാണുന്നത്. ഇറാഖിന്റെ തെക്കൻ മേഖലകളിൽ നിന്ന് സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗങ്ങളിലേക്കും തലസ്ഥാനമായ റിയാദിലേക്കുമൊക്കെ ദൂരം കുറവാണ്. ഇറാഖിലെ അസ്ഥിരമായ ഈ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് ഈ സായുധ സംഘങ്ങളെ മുൻനിർത്തി സൗദിയെയും അമേരിക്കൻ കേന്ദ്രങ്ങളെയും ഒക്കെ സമ്മർദ്ദത്തിലാക്കുക എന്നതായിരിക്കാം ഒരു പക്ഷേ ഇറാന്റെ തന്ത്രം. ഇറാഖിലെ PMF പോലുള്ള പല സായുധ ഗ്രൂപ്പുകളും ഇപ്പോൾ ഇറാന് അനുകൂലമായി പ്രവർത്തിക്കുന്നവയാണ്. ഇതിനു പുറമെ മറ്റൊരു കാര്യം സൗദിയിൽ നിന്നുള്ള സൗദി അറേബ്യയുടെ എണ്ണ കമ്പനിയായ അറാംകോ എണ്ണ കയറ്റുമതിക്കായി പുതിയ ബദൽ മാർഗങ്ങൾ ആലോചിക്കുന്നതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അറാംകോ എന്ന ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇന്നലെ ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയൊരു നീക്കം നടക്കുന്നത്. നിലവിലെ കയറ്റുമതി പാതകൾക്ക് പുറമെ പുതിയ മാർഗങ്ങളാണ് ആലോചിക്കുന്നത്. ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിച്ച് രാജ്യത്തെ കിഴക്കൻ ഭാഗത്ത് നിന്ന് പടിഞ്ഞാറൻ തീരത്തുള്ള ചെങ്കടലിലേക്ക് എണ്ണ എത്തിക്കുക എന്നതാണ് അതിൽ ഒന്ന്. ചെങ്കടൽ വഴി നേരിട്ട് അന്താരാഷ്ട്ര വിപണിയിലേക്ക് എണ്ണ എത്തിക്കുക എന്നതാണ് എത്തിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം. ഈ ഹോർമസ് കടലിലെ തിരക്കും സുരക്ഷാ പ്രശ്നങ്ങളും ഒക്കെ ഒഴിവാക്കാൻ ഈ പുതിയ പാത സഹായിക്കും എന്നാണ് കരുതുന്നത്. ചെങ്കടൽ തീരത്തെ യാംബു തുറമുഖം വഴി ഈ കയറ്റുമതി വേഗത്തിലാക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ. സൗദിക്ക് നേരെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. എന്നാൽ അത് സൗദിയിലെ ജനജീവിതത്തെ ഒരു നിലക്കും ബാധിച്ചിട്ടില്ല എന്നാണ് പറയാനുള്ളത്. ഇവിടെ ഓഫീസുകളും സ്കൂളുകളും വിമാനത്താവളങ്ങളും ഷോപ്പിംഗ് കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും എല്ലാം സാധാരണ പോലെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ലെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ സ്വദേശികളുടെയും വിദേശികളുടെയും എല്ലാം സുരക്ഷ തങ്ങൾ ഉറപ്പുവരുത്തും എന്ന ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നോ ജോലി സമയം കുറയ്ക്കണമെന്നോ അങ്ങനെയുള്ള ഒരു നിർദ്ദേശവും ഇതുവരെ സൗദിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ എംബസിയും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ഇന്ത്യൻ പൗരന്മാരെ അറിയിച്ചിട്ടുണ്ട്. സൗദിയിൽ ആക്രമണം നടന്ന് അത് 2 മേഖലകളിലാണ് പ്രധാനമായും. ഒന്ന് മധ്യമേഖലയിലെ റിയാദിലും അൽ ഖർജിലുമാണ്. 2 കിഴക്കൻ പ്രവിശ്യയിലാണ്. റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെയാണ് ഇന്ന് ആദ്യത്തെ ആക്രമണം ഉണ്ടാകുന്നത്. രണ്ടാമത്തത് SKN. ഓക്കെ, താങ്ക് യു. ജലീൽ കണ്ണമംഗലമാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.